അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഞാനിപ്പം പുറത്തേക്ക് പോകാൻ കാരണം ഞാൻ ഒരു സാധനം വാങ്ങാൻ മറന്നു. അതുകൊണ്ടാണിപ്പം സമയം 6:30 ആവാറായി. നമ്മളിപ്പം ഇതിന് വേണ്ടിയിട്ടല്ല നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്, നിങ്ങൾ വണ്ടി സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ കൊടുക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കൊടുക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിച്ചെന്നുള്ളത് 100% നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുകയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയോ ചെയ്യാവുന്നതാണ്. മാക്സിമം പോയാൽ സർവീസുകാർ ഒരു 2 കിലോമീറ്റർ ചെയിൻ ലൂബ് അവിടെ കൊടുത്താണ് ലൂബ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 കിലോമീറ്ററോളം, അതിന് 1 കിലോ, മാക്സിമം 1 കിലോമീറ്റർ ഇല്ലെങ്കിൽ 2 കിലോമീറ്റർ, ഇതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത്രേ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ എൻ്റെ 7ാമത്തെ സർവീസ് ചെയ്തപ്പോൾ മാക്സിമം 2 കിലോമീറ്ററാണ് ഓടിച്ചിട്ടുള്ളത്. അത് കുറച്ച് ഗിയറിൻ്റെ കാര്യം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ടെസ്റ്റ് ചെയ്തതാണ് അവർ. നിങ്ങൾ ചെയിൻ ലൂബ് മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാക്സിമം 1 കിലോമീറ്ററിന് താഴെ ഇല്ലെങ്കിൽ 1 കിലോമീറ്റർ, ഇതിൽ കൂടുതൽ അവർ എടുക്കത്തില്ല. അതൊന്ന് കുറിച്ച് വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഹീറോയുടെ സർവീസ് സെൻറ്ററിന് കുറച്ച് മോശമായ അഭിപ്രായമുണ്ട്. നിങ്ങളുടെ പുതിയതായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഇടയ്ക്കങ്ങോട്ട് ഇറങ്ങിയ വണ്ടിയാണെങ്കിൽ, ലൈക്ക് എക്സോൾട്ട് 210 ഇല്ലെങ്കിൽ എക്സ്ട്രീം 250 RO ആണെങ്കിൽ, അതേപോലത്തെ പുതിയ മോഡൽ വണ്ടികൾക്കൊക്കെ ടെസ്റ്റ് റൈഡ് വേറെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അത് ഇതേപോലെ നടക്കുന്നുണ്ട്. എൻ്റെ വണ്ടി ഞാൻ ഫസ്റ്റ് സർവീസിന് കൊടുത്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ടായിരുന്നു. 40 മുതൽ 60 കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഞാൻ പിന്നെ എല്ലാ സർവീസിനും ഞാൻ എൻ്റെ ട്രിപ്പ് മീറ്റേഴ്സ് റീസെർച്ച് ചെയ്യുകയും പിന്നെ ടോട്ടൽ കിലോമീറ്റേഴ്സ് എത്ര ഓടിയെന്ന് ഞാൻ എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സർവീസ് സെൻറ്ററിൽ കൊടുക്കാറുള്ളത്. അനാവശ്യമായിട്ട് പിന്നെ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ പെട്രോൾ എത്രയുണ്ടെന്നും കൂടെ ചെക്ക് ചെയ്യുക. ഞാൻ കഴിഞ്ഞ സർവീസ് കൊടുത്തപ്പോൾ ഓൾമോസ്റ്റ് 3/4 ടാങ്ക് പെട്രോൾ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ തലക്കേടില്ല, എടുക്കില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യം, അതുകൊണ്ട് എടുക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇൻ കേസ് കുറച്ച് വല്ലതും എടുത്താൽ അറിയാൻ പറ്റത്തില്ല, അത് വേറൊരു കാര്യം. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം നോട്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. എത്ര പെട്രോൾ ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നെല്ലാം ചെക്ക് ചെയ്യുക. കാരണം സർവീസ് സെൻ്ററാണ്, അധികം വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വണ്ടി നിങ്ങൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഇതൊരു കുത്തന കയറിയാണ്, ഇതൊന്ന് കയറിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ട്രിപ്പ് എത്ര ആയിട്ടുള്ള മാക്സിമം കിലോമീറ്റേഴ്സിൻ്റെ ഒരു ഫോണിൽ ഫോട്ടോ എടുത്തും വെക്കുക. രണ്ടാമത് പെട്രോളിൻ്റെ ഇതും ചെക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സർവീസ് കഴിഞ്ഞ് കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം ചെയിൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് വെരിഫൈ ചെയ്യുക. എസ്പെഷ്യലി ചെയിൻ ക്ലീനിങ്ങോ ചെയിൻ ലൂബിങ്ങോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് ചെയിൻ ക്ലീനോ ലൂബോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം അവരോട് പറഞ്ഞ് വീണ്ടും അവിടെ വെച്ച് തന്നെ ചെയ്യിക്കാൻ നോക്കുക. ഉടായ്പ് ഡയലോഗ് വല്ലതും എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിനാരെങ്കിലും ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ മാക്സിമം പൈസ കൊടുക്കും മുമ്പ് ചെക്ക് ചെയ്യാൻ നോക്കുക. കാരണം ഒട്ടുമുക്കാൽ സർവീസ് സെൻറ്റേഴ്സിലും പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് വണ്ടി നിങ്ങളുടെ കയ്യിൽ തരാറ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കുറച്ച് അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് സൂക്ഷിച്ചൊക്കെ നോക്കി പോകാൻ നോക്കുക. കാരണം അറിയാമല്ലോ, സർവീസുകാരൊക്കെ എന്ന് പറയുമ്പം അവർക്ക് മാക്സിമം അവരുടെ ഒരു ജോലി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലും ചുമ്മാ തട്ടിക്കൂട്ടി വെച്ച് കൊടുത്ത് പെട്ടെന്ന് കയ്യിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് അവരുടെ മാക്സിമം അവർ ചെയ്യാൻ നോക്കുക ഒട്ടുമുക്കാൽ സർവീസ് സെൻറ്റേഴ്സിലും. പിന്നെ കുറച്ച് പേടിയൊക്കെ ഉണ്ടെങ്കിൽ
ഇവർ പിന്നെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കത്തുള്ളൂ. കാരണം നമ്മൾ പൈസ കൊടുക്കുകയല്ലേ, ഇത്രയും പൈസ കൊടുത്ത് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ നടന്നില്ലെന്ന് പറയുമ്പോൾ പൈസയും പോവും. പിന്നെ അത് പിന്നെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇങ്ങനെ ലൈറ്റും ഇല്ല, ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയാണ്. ഞാൻ ചെറുക്കം കുറച്ച് സ്പീഡിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർവീസിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാക്സിമം എല്ലാം ചെയ്തിട്ടുണ്ടാവും നോക്കുക. എസ്പെഷ്യലി ചെയിൻ ക്ലീൻ ചെയ്തിട്ട് തന്നെ ലൂവ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് ചെയ്യുക, നോക്കുക. ഞാൻ ഇങ്ങനെ പല തവണ ഞാൻ വീണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പിന്നെ വെളിയിലൊരിടത്ത് നിങ്ങൾ കൊടുത്ത് ക്ലീൻ ആക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് വെളിയിൽ കൊടുത്ത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ കൊടുത്ത് ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെളിയിൽ കൊടുത്തായിരുന്നു. നന്നായിട്ട് വാഷ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയിൻ ക്ലീൻ ചെയ്യാതെ അവർ എന്തോ ഒരു തുണി കൊണ്ടാകാണ്ട് ഡീസലിൽ മുക്കി ചെയ്തതേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ആ കടയിലെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് പിന്നെ വീണ്ടും ഒരു ലൂബ് ഇടിപ്പിച്ചത്. സോ അങ്ങനത്തെ കുറച്ച് മോശം അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോവുകയോ ഇല്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങൾ കേൾക്കത്തില്ല. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ എല്ലാം വെരിഫൈ ചെയ്തിട്ട് പോകാൻ നോക്കുക. ടയർ പ്രഷേഴ്സൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. കാരണം എല്ലാ ഷോറൂമിലും ഫ്രീ ആയിട്ടൊക്കെ ടയർ പ്രഷേഴ്സൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബാധകമല്ല, എന്നാലും ചെയ്ത് തരേണ്ടതാണ്. ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ. നൈട്രജനൊന്നും അല്ല ഫില്ല് ചെയ്യുന്നത്, നോർമൽ എയർ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. നൈട്രജന് എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും, അത് വേറെ കാര്യം. സോ എല്ലാം മാക്സിമം അവിടെ വെച്ച് ചെക്ക് ചെയ്തിട്ട് തന്നെ പോകാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ ബോഡിയിൽ സ്ക്രാച്ചസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. എൻ്റെ കയ്യിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾമോസ്റ്റ് വണ്ടി കൊണ്ടുവന്നപ്പോഴേ നല്ല സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത്രയ്ക്ക് മൈൻഡ് ചെയ്തില്ല. എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഒരു ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സ്ക്രാച്ചും അതൊന്നും എനിക്ക് ബാധകമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വഴക്കിനായിട്ടൊന്നും പോയിട്ടില്ല. ഇപ്പോൾ നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ അത് മാക്സിമം രാവിലെ തന്നെ എടുക്കാൻ നോക്കുക. ഇവരൊക്കെ സമയം തെറ്റിച്ച് ഓൾമോസ്റ്റ് വൈകുന്നേരം സന്ധ്യ സമയത്തൊക്കെയാണ് എടുത്ത് തരുന്നത്. സോ മാക്സിമം രാവിലെ തന്നെ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ വൈകുന്നേരം വന്ന് എടുക്കാമെല്ലാം പറയുന്നെങ്കിൽ പിറ്റേ രാവിലെ വന്ന് നിങ്ങൾ എടുത്തോളാമെന്ന് വല്ലതും പറയുക. അതാണ് കുറച്ചുകൂടെയും ബെറ്റർ. ഇല്ലെങ്കിൽ സ്ക്രാച്ചുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല രാത്രി ആയതുകൊണ്ട്. അതുകൊണ്ട് മാക്സിമം രാവിലെ ചെന്നെടുക്കുന്നതാണ് നല്ലത്. ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ നേരത്ത് ഷോറൂമിൽ നിന്ന് സർവീസിൻ്റെ കാര്യമല്ല, ഞാനിപ്പം പുതിയ വണ്ടിയുടെ എടുക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. സർവീസിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. എല്ലാം വെരിഫൈ ചെയ്തിട്ട് മാത്രം അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് മാക്സിമം വെരിഫൈ ചെയ്തിട്ട് ഇറങ്ങാൻ നോക്കുക. ഇല്ലെങ്കിൽ പണി കിട്ടും, 8ൻ്റെ പണി കിട്ടും. സോ അപ്പം ഇത്രയൊക്കെ തന്നെയാണ്. നമുക്ക് എല്ലാം വെരിഫൈ ചെയ്തിട്ട് ഇറങ്ങുക. അതുകൂടാണ്ട് വേറെ ഒന്നും പറയാനില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് ബൈ ബൈ.